ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വരവോടെ ഇന്ത്യൻ IT കമ്പനികൾ പുനഃസംഘടനയുടെ പാതയിൽ. കഴിഞ്ഞ വർഷം നേടിയത് $20 ബില്യൺ ലാഭം. കഴിഞ്ഞ വർഷം ഇന്ത്യൻ IT സ്ഥാപനങ്ങൾ നേടിയ ലാഭത്തിന്റെ 75% ഓഹരി ഉടമകൾക്ക് തിരികെ നൽകി. പരമ്പരാഗത ബിസിനസ് മോഡലുകളെ AI തടസ്സപ്പെടുത്തുന്നതിനാൽ പുനഃക്രമീകരണത്തിന്റെ ആവശ്യകത വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചു. ഹ്രസ്വകാല ഓഹരി ഉടമകളുടെ വരുമാനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ഭാവി അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് നവീകരണത്തിലും തന്ത്രപരമായ നിക്ഷേപങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് അവർ നിർദ്ദേശിക്കുന്നു. വരുമാനവും തൊഴിലും തമ്മിലുള്ള ബന്ധത്തെ AI തടസ്സപ്പെടുത്തുന്നതിനാൽ ഇന്ത്യൻ IT സ്ഥാപനങ്ങൾ വലിയ ഒരു പുനഃക്രമീകരണത്തിന് വിധേയമാകുമെന്ന് വ്യവസായ വിദഗ്ധർ വിശ്വസിക്കുന്നു. അടിസ്ഥാന ഇന്റർമീഡിയറ്റ് ലെവൽ കോഡിംഗ് ജോലികൾ കൂടുതൽ ഓട്ടോമേറ്റഡ് ആകുമ്പോൾ ഇന്ത്യൻ ഡെവലപ്പർമാർ AI പുരോഗതിയിൽ നിന്നുള്ള വെല്ലുവിളികളെ നേരിടുന്നു. 2023-24 സാമ്പത്തിക വർഷത്തിൽ മികച്ച 5 ഇന്ത്യൻ IT സ്ഥാപനങ്ങൾക്ക് ഏകദേശം $13 ബില്യൺ സൗജന്യ പണമൊഴുക്കുണ്ടായിരുന്നു. IT സേവന മേഖലയുടെ ആസ്തി ലഘുമാതൃക കണക്കിലെടുക്കുമ്പോൾ കാര്യമായ നിക്ഷേപം ആവശ്യമില്ല എന്നതാണ് സാധാരണയായി കേൾക്കുന്നൊരു വാദം. വളർച്ച അനുയോജ്യമല്ലാത്തപ്പോൾ മുൻഗണന പലപ്പോഴും ഓഹരി ഉടമകൾക്ക് പണം തിരികെ നൽകുക എന്നതായി മാറും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സ്റ്റാർലിങ്കിൻ്റെ ഇന്ത്യയിലേക്കുള്ള പ്രവേശനം ആശങ്ക ഉയർത്തുന്നതായി റിപ്പോർട്ട്. സ്റ്റാർലിങ്ക് കൺട്രോൾ സെന്റർ സുരക്ഷാ ഭീഷണി സൃഷ്ടിക്കുമെന്നും വിദഗ്ധർ. സ്റ്റാർലിങ്കിന്റെ ഇന്ത്യയിലേക്കുള്ള പ്രവേശനം സുരക്ഷാശങ്കകൾ ഉയർത്തുന്നതായി വിദഗ്ധർ. ടെലികോം കമ്പനികളായ എയർടെല്ലും റിലയൻസിന്റെ ജിയോയും ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായി കരാറിൽ ഒപ്പുവെച്ച ദിവസങ്ങൾക്ക് ശേഷം രാജ്യത്ത് ഒരു കൺട്രോൾ സെന്റർ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. എന്നാൽ സ്പേസ് എക്സ് സ്ഥാപിക്കുന്ന കൺട്രോൾ സെന്റർ സുരക്ഷാശങ്കകൾ ഉയർത്തുമെന്ന് വിദഗ്ധർ പറയുന്നു. അത് ഔദ്യോഗിക ചാനൽ വഴി നിയമനിർവഹണ ഏജൻസികളുടെ കോഡുകൾ തടസ്സപ്പെടുത്താൻ ഇത്തരം സെന്ററുകൾക്ക് കഴിയുമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഉപഗ്രഹങ്ങൾ വഴിയുള്ള ആശയവിനിമയ സേവനങ്ങൾ നിർത്തിവെക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ടെലികോം നിയമപ്രകാരം ദുരന്ത നിവാരണം ഉൾപ്പെടെയുള്ള പൊതു അടിയന്തരാവസ്ഥയോ പൊതുസുരക്ഷയോ ഉണ്ടായാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഏതെങ്കിലും ടെലികോം സേവനത്തിന്റെയോ നെറ്റ്വർക്കിന്റെയോ താൽക്കാലിക ഉടമസ്ഥാവകാശം ഒരു അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ഏറ്റെടുക്കാൻ പോലും കഴിയുമെന്ന വ്യവസ്ഥയുണ്ട്. എയർടെല്ലും ജിയോയും സ്പേസ് എക്സുമായി വെറും 12 മണിക്കൂർ വ്യത്യാസത്തിൽ ഒരു കരാറിൽ ഒപ്പുവെച്ചത് എങ്ങനെയെന്ന ചോദ്യവും ഉയർന്നു വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ലൈവ് സ്പോർട്സ് സ്ട്രീമിംഗിൽ പുത്തൻ റെക്കോർഡുകൾ സൃഷ്ടിച്ച് ജിയോ ഹോട്ട്സ്റ്റാർ. ചാമ്പ്യൻസ് ട്രോഫിയിൽ 540 കോടിയിലധികം പേരാണ് ജിയോ ഹോട്ട്സ്റ്റാർ കണ്ടത്. ഈ വർഷത്തെ ICC പുരുഷ ചാമ്പ്യൻസ് ട്രോഫിയിൽ 540 കോടിയിലധികം കാഴ്ചക്കാരും ഏകദേശം 11,000 കോടി മിനിറ്റ് നിരീക്ഷണ സമയവും നേടി ജിയോ ഹോട്ട്സ്റ്റാർ ഇന്ത്യയുടെ ലൈവ് സ്പോർട്സ് സ്ട്രീമിംഗിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചു. ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തി ഇന്ത്യ 3ാമത് ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയ ഫൈനൽ മത്സരം ജിയോ സ്റ്റാറിൽ 124.2 കോടി പേർ കണ്ടു. 2025 മാർച്ച് 9 ദുബായിൽ നടത്തിയ ഇന്ത്യ ന്യൂസിലൻഡ് ഫൈനൽ മത്സരത്തിൽ മാത്രം 124.2 കോടി വ്യൂസ് ഉണ്ടായിരുന്നു. ഈ വർഷത്തെ ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യ-ഓസ്ട്രേലിയ സെമി ഫൈനൽ മത്സരം ഒരു OTT പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇതുവരെ ലഭിച്ച ഏറ്റവും ഉയർന്ന ഏകദിന സബ്സ്ക്രിപ്ഷൻ റെക്കോർഡിട്ടു. ഡിസ്നി സ്റ്റാറും റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ വയാക്കോം 18 തമ്മിലുള്ള ലയനത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം സംയുക്ത സംരംഭം രൂപീകരിച്ചതിനു ശേഷം സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ സംപ്രേഷണം ചെയ്യുന്ന ആദ്യത്തെ പ്രധാന ക്രിക്കറ്റ് മത്സരമായിരുന്നു ICC ചാമ്പ്യൻസ് ട്രോഫി. ഡിസ്നിയുടെ സ്റ്റാർ ഇന്ത്യയും റിലയൻസിന്റെ വയാക്കോം 18 സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളായ ജിയോ സിനിമയും ഹോട്ട്സ്റ്റാറും തമ്മിൽ $8.5 ബില്യൺ ലയനത്തിലൂടെയാണ് ജിയോ സ്റ്റാർ രൂപീകരിച്ചത്. ടൂർണമെന്റിൽ ജിയോ ഹോട്ട്സ്റ്റാറിന്റെ മൊത്തം കാഴ്ചക്കാരുടെ എണ്ണത്തിൽ 38%-ലധികവും ഹിന്ദി സംസാരിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നാണ് ലഭിച്ചത്. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, മഹാരാഷ്ട്ര, ഗോവ, പഞ്ചാബ്, ഹരിയാന എന്നിവയാണ് ഉപഭോഗത്തിൽ മുന്നിൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഫെബ്രുവരിയിൽ പാസഞ്ചർ വാഹനങ്ങളുടെ മൊത്ത വിൽപ്പന 1.9% വർദ്ധിച്ചു. ചില്ലറ വിൽപ്പനയിൽ ഇടിവുണ്ടായിട്ടും വർദ്ധിച്ചു വരുന്ന ഇൻവെന്ററികൾ വളർച്ചയെ ത്വരിതപ്പെടുത്തി. സെഡാനുകൾ, യൂട്ടിലിറ്റി വാഹനങ്ങൾ എന്നിവയുടെ മൊത്ത വ്യാപാരത്തിൽ കഴിഞ്ഞ മാസവും നേരിയ വളർച്ചയുണ്ടായി. പ്രാദേശിക വിപണിയിലെ കുറഞ്ഞ ഉപഭോക്തൃ ഡിമാൻഡിനിടയിലാണ് ഈ വളർച്ച. ഡീലർഷിപ്പുകളിലുടനീളം ഉയർന്ന ഇൻവെന്ററി കെട്ടിപ്പടുക്കാൻ വാഹന നിർമ്മാതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയ ഡീലേഴ്സ് ലോബി ബോഡി ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷനാണ് കണക്കുകൾ പുറത്തുവിട്ടത്. കഴിഞ്ഞ മാസം ചില്ലറ വിൽപ്പന കുറഞ്ഞെങ്കിലും ഫെബ്രുവരി മാസത്തിൽ യാത്രാവാഹനങ്ങൾ ഏറ്റവും ഉയർന്ന കണക്കാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ മാസം 3,77,689 യൂണിറ്റുകൾ വിറ്റഴിച്ചു. ഇത് 2024 ഫെബ്രുവരി അപേക്ഷിച്ച് 1.9% വർധനവാണ്. ഫാക്ടറികളിൽ നിന്ന് ഡീലർഷിപ്പുകളിലേക്കുള്ള മൊത്ത വിതരണമാണ് റിപ്പോർട്ടിലുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. LG ഇലക്ട്രോണിക്സിൻ്റെ IPOയ്ക്ക് സെബിയുടെ അനുമതി.
15,000 കോടി രൂപയുടെ പ്രാരംഭ ഓഹരി വിൽപ്പന ലക്ഷ്യം. കമ്പനി ഡിസംബർ 6-ന് ഡ്രാഫ്റ്റ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് സെബിക്ക് സമർപ്പിച്ചു. പ്രാഥമിക പബ്ലിക് ഓഫറിംഗ് പൂർണ്ണമായും വിൽപ്പനയ്ക്കുള്ള ഓഫറാണ്. മാതൃ കമ്പനിയായ LG ഇലക്ട്രോണിക്സ് 15% ഓഹരികൾ വിറ്റഴിക്കാനാണ് പദ്ധതിയിടുന്നത്. IPOയ്ക്ക് LGEIയുടെ മൂല്യം 1 ട്രില്യൺ രൂപയാകും. LGEIയുടെ IPO ഇന്ത്യയുടെ 5ാമത്തെ വലിയ ഇഷ്യൂവായി മാറും. മറ്റൊരു ദക്ഷിണ കൊറിയൻ സ്ഥാപനമായ ഹ്യുണ്ടായ് മോട്ടോർ ഇന്ത്യ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ 27,770 കോടി രൂപയുടെ IPOയുമായി പട്ടികയിൽ ഒന്നാമതെത്തിയിരുന്നു. ഹ്യുണ്ടായ് മോട്ടോർ ഇന്ത്യയുടെ IPO പൂർണ്ണമായും OFS ആയിരുന്നു. ഹ്യുണ്ടായ് അതിന്റെ ഇന്ത്യൻ വിഭാഗത്തിലെ 17.5% ഓഹരികൾ വിറ്റഴിച്ചു. ഇന്ത്യയിൽ സാംസങ് ഇന്ത്യ ഇലക്ട്രോണിക്സ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗൃഹോപകരണങ്ങളും ഉപഭോക്തൃ ഇലക്ട്രോണിക്സ് പ്ലെയറുമാണ് LG ഇലക്ട്രോണിക്സ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അർബൻ കമ്പനി ക്വിക്ക് കൊമേഴ്സ് മേഖലയിലേക്ക് 15 മിനിറ്റിനുള്ളിൽ സേവനങ്ങൾ ഉറപ്പു നൽകുന്നതാണ് കമ്പനിയുടെ പുതിയ ചുവടുവയ്പ്. അറ്റ് ഹോം സർവീസസ് സ്റ്റാർട്ടപ്പ് അർബൻ കമ്പനി ക്വിക്ക് കൊമേഴ്സ് മേഖലയിലേക്ക് പ്രവേശിച്ചു. 15 മിനിറ്റിനുള്ളിൽ ഹൗസ് ഹെൽപ്പ് ബുക്ക് ചെയ്യാൻ ഉപഭോക്താക്കളെ അനുവദിക്കുന്ന സേവനമായ ഇൻസ്റ്റാമേറ്റ്സ് അവതരിപ്പിച്ചുകൊണ്ടാണ് പുതിയ ചുവടുവയ്പ്. മണിക്കൂർ അടിസ്ഥാനത്തിൽ പണം നൽകുന്ന ഇൻസ്റ്റാമേറ്റ്സ് പാത്രം കഴുകൽ, ക്ലീനിംഗ്, പാചകം തുടങ്ങിയ ദൈനംദിന വീട്ടുജോലികൾ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകുന്നുണ്ട്. മണിക്കൂറിന് 49 രൂപയിൽ ആരംഭിച്ച ഹൗസ് ഹെൽപ്പ് സേവനം മുംബൈയിലാണ് തുടക്കമിട്ടിരിക്കുന്നത്. നിലവിലിത് പ്രാരംഭഘട്ടത്തിലാണ്. ഇന്ത്യക്ക് പുറമെ ഓസ്ട്രേലിയ, സിംഗപ്പൂർ, UAE എന്നിവിടങ്ങളിലായി 60 നഗരങ്ങളിൽ പ്രവർത്തിക്കുന്ന അർബൻ കമ്പനി ബ്യൂട്ടി ട്രീറ്റ്മെന്റുകൾ, ഹെയർ കട്ടുകൾ, മസാജുകൾ, ക്ലീനിംഗ്, പ്ലംബിംഗ്, കാർപ്പൻട്രി, അപ്ലയൻസ് റിപ്പയർ, 2 മണിക്കൂറിനുള്ളിൽ പെയിന്റിംഗ് തുടങ്ങിയ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.